ഫ്രണ്ട്സ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലെൻബ്രിക് ഫോൾസിലെ കാഴ്ചകളാണ് കണ്ടത്. ഈ വീഡിയോയിൽ കാസിൽ ഫോൾസിലെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങളിപ്പോൾ കാസിൽ ഫോൾസിൻ്റെ പാർക്കിങ്ങിൽ എത്തിയിരിക്കുക കേട്ടോ. അധികം വണ്ടികളൊന്നുമില്ല. അത് ഞാൻ ഇപ്പോൾ കാണിക്കാൻ കാരണം വേറെ ഒന്നുമല്ല, ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ കരടിയാന്ന് ഓർത്തു, പക്ഷേ പശുക്കളായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴി എന്ന് പറഞ്ഞാൽ വളരെ മോശം കേട്ടോ. ഒന്നാമത് ഗ്രാവൽ റോഡാണ്, പിന്നെ പൊടി എന്ന് പറഞ്ഞാൽ നല്ല ഒന്നൊന്നര പൊടി. അത് എൻ്റെ വണ്ടി ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം, വണ്ടിയുടെ കോലം. അങ്ങോട്ട് അവിടെ നിന്ന് പോരാതടുത്ത് കഴുകി കൊണ്ടുവന്ന വണ്ടിയാണ്. പിന്നെ അത് നോക്കി പൊടി എടുത്ത് നമുക്ക് വേണമെങ്കിൽ അത്രയും പൊടിയാണ് വണ്ടിക്കകത്ത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ താഴത്തേക്ക് നടന്നു തുടങ്ങണം വാട്ടർഫോൾസിലേക്ക്. അപ്പോൾ ഞങ്ങൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ക്യാമ്പിംഗ് സ്റ്റിക്കാണോ? നിങ്ങളുടെ എവിടെ പോവാ ക്യാമ്പിംഗ് ഒക്കെ ചെയ്യാൻ? നടക്കാൻ പോവാണോ? ഈ ലെൻബ്രിക് ഫോൾസിൽ നിന്നും കാസിൽ ഫോൾസിലേക്ക് ഏകദേശം 35 മിനിറ്റ് ഡ്രൈവ് ഉള്ളൂ കേട്ടോ. ഏകദേശം ഒരു 43 കിലോമീറ്റർ മാത്രമാണുള്ളത്. പിന്നെ ഇവിടെ പ്രത്യേക സ്ഥിതിക്ക് നെറ്റ്വർക്ക് കണക്ഷൻ ഇല്ല. ഗൈസ്, ശരിക്കും പറഞ്ഞാൽ ഇതൊരു പിക്നിക് സ്പോട്ട് പോലെയുള്ളൊരു സ്ഥലമൊക്കെ കേട്ടോ. നമുക്കിപ്പോൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അവിടെ ക്യാമ്പ് ഫയറൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ സ്പോട്ടാണ്. വലിയ വാട്ടർഫോൾസ് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ, എന്നാൽ കുഴപ്പമില്ല. തരക്കേടില്ലാത്തൊരു വാട്ടർഫോൾസ്. നമ്മൾ മറ്റേ ഫോൾഡിങ് ചെയറൊക്കെ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ റിവറിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് നല്ലൊരു പൊളി വൈബാണ്. ഓക്കെ, നല്ലൊരു സ്പോട്ടും കേട്ടോ. എന്തായാലും ഇവിടത്തോളം വണ്ടി ഓടിച്ച് വന്നത് വെറുതെ ഒന്നും ആയില്ല. അവിടെ ആ പുള്ളിയൊക്കെ നിൽക്കുന്നുണ്ടപ്പോൾ ഞങ്ങൾ ഓർത്ത് ഇങ്ങനെന്താ വെറുതെ ഈ വെള്ളച്ചാട്ടത്തിൽ ഒന്ന് മീൻ പിടിക്കാൻ നോക്കണേന്ന് ഓർത്തു. കാരണം ഈ ഒഴുക്കിൽ മീൻ കിട്ടുമെന്നുണ്ട്, പക്ഷേ ആക്ച്വലി പറഞ്ഞാൽ അതിനകത്ത് മീനുണ്ട്. കാരണം നമുക്ക് കാണാം, വെള്ളം നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമെന്ന് കാണാം. കണ്ടില്ലേ വെള്ളത്തിൽ വീണ് പാൻറ് വെള്ളം. അയ്യോ, ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ സാഹസികമായിട്ടാണ് ഓരോ വീഡിയോകൾ എടുക്കുന്നത്. ഇത് ഉണങ്ങിയിട്ട് ഗൈസ്, അപ്പോൾ ഞങ്ങൾ പാർക്കിങ്ങിലേക്ക് പോവാണ്. അതിനകത്ത് ഞങ്ങളുടെ ലഞ്ചുണ്ട്. അപ്പോൾ ലഞ്ച് ഇവിടെ നിന്ന് കഴിച്ചിട്ട് ഇനി എയർബിഎൻബിയിലേക്ക് പോകാൻ നിർത്താണ്. കാരണം നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എയർബിഎൻബിനോട് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ വന്നോളാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഞങ്ങൾ എയർബിഎൻബിയുടെ മണ്ണിലേക്ക് ഇതാ കടന്നു വന്നിരിക്കുകയാണ്. ഓക്കെ, ഇനി ബാക്കി കാഴ്ചകളൊക്കെ എയർബിഎൻബിയിലുള്ള കാഴ്ചകളായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.